BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. പതിനായിരങ്ങളുടെ ജോലിയിടമായ തോപ്പുംപടി ഫിഷറീസ് ഹാർബറിന്റെ നവീകരണ ജോലികൾ ഇഴഞ്ഞു നീങ്ങുന്നു. 2 വർഷം മുൻപ് തുടങ്ങിയ നവീകരണ പ്രവർത്തനങ്ങൾ ഇന്നും എവിടെയും എത്തിയിട്ടില്ല. 2021-22 കേന്ദ്ര ബജറ്റിൽ രാജ്യത്തെ 5 മത്സ്യബന്ധന തുറമുഖങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നതിന് തെരഞ്ഞെടുത്തതിലൊന്ന് കൊച്ചി ഹാർബറായിരുന്നു. നവീകരണ പ്രവർത്തനങ്ങൾക്ക് 2022 മാർച്ചിൽ ടെൻഡർ ചെയ്ത് നവംബറിൽ തുടങ്ങിയതാണ്. ഇടക്കാലത്ത് നവീകരണ ജോലികൾ പൂർണ്ണമായും സ്തംഭിച്ചു. തുടർന്ന് ഹാർബർ വ്യവസായ സംരക്ഷണ സമിതിയുടെയും ഹാർബർ സംരക്ഷണ സമിതിയുടെയും നേതൃത്വത്തിൽ നടന്ന സമരത്തിനൊടുവിലാണ് ജോലികൾ പുനരാരംഭിച്ചത്. ജനുവരിയിൽ ഡ്രഡ്ജിംഗ് തുടങ്ങുമെന്ന് അന്ന് സമരസമിതി നേതാക്കൾക്ക് അധികൃതർ ഉറപ്പു നൽകിയിരുന്നുവെങ്കിലും പാഴായി. പിന്നീട് ട്രോളിംഗ് നിരോധന സമാനമായ ജൂണിൽ ഡ്രഡ്ജിംഗ് തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അതും നടന്നില്ല. 2022 ഹാർബർ നവീകരണ ജോലികളുടെ പുരോഗതി വിലയിരുത്താനെത്തിയ കേന്ദ്രമന്ത്രി 2024 ജനുവരിയിൽ പുതുവത്സര സമാനമായി ഹാർബർ നവീകരണം പൂർത്തിയാക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷേ കാര്യങ്ങൾ മുൻപോട്ട് പോയില്ലെന്ന് മാത്രം. പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി പൂർത്തീകരിക്കണമെന്ന് ഹാർബർ വ്യവസായ സംരക്ഷണ സമിതി ചെയർമാൻ MM നൌഷാദ്, സെക്രട്ടറി CB പുന്നൂസ്, ഭാരവാഹികളായ YH യൂസഫ് BU, ഫൈസൽ KA, നിസാർ എന്നിവർ ആവശ്യപ്പെട്ടു. ദേശീയപാതയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം. ദേശീയപാതയിൽ പുരോഗമിക്കുന്ന വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനാണ് ജില്ലാ കളക്ടർ NSK ഉമേഷ് നിർദ്ദേശിച്ചത്. കൊച്ചിയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതായി നടപ്പാക്കുന്ന ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പദ്ധതിയുടെ അവലോകന യോഗത്തിലാണ് നിർദ്ദേശം. ദേശീയപാതയിൽ ഇടപ്പള്ളി ഭാഗത്തെ കുഴികൾ ഉടനടയ്ക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. ഇടപ്പള്ളി മെട്രോ സ്റ്റേഷന് സമീപത്തെ KMRL യാർഡിൽ പുതിയ കാന നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കണം. ലൈനിലെ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കണം. ഒബ്രോൺ മാളിന് മുന്നിലെ വാഴത്തോട്ട് കൽവെട്ട് വീതി കൂട്ടൽ പ്രവർത്തനങ്ങളും അടിയന്തരമായി പൂർത്തീകരിക്കണം. എറണാകുളം ജോസ് ജംഗ്ഷനിലെ ബോക്സ് കൽവെട്ടിന് വീതി കൂടുന്നത് സംബന്ധിച്ച് പരിശോധന നടത്താൻ പൊതുമരാമത്ത് വകുപ്പിന് നിർദ്ദേശം നൽകി. 3 റെയിൽവേ കൽവെട്ടറുകളുടെ മാലിന്യ നീക്കം പൂർത്തിയായി. അവശേഷിക്കുന്ന കൽവെട്ടുകളും ഉടൻ വൃത്തിയാക്കണം. കൽവെട്ടുകൾ കണ്ടെത്തുന്നതിന് കോർപ്പറേഷനും റെയിൽവേയും സംയുക്ത പരിശോധന നടത്താനും നിർദ്ദേശിച്ചു. വാഴക്കാല മാർക്കറ്റിന് സമീപത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് കൽവെട്ട് നിർമ്മിക്കാൻ കൊച്ചി മെട്രോ MDക്ക് ജില്ലാ കളക്ടർ കത്ത് നൽകും. KSRTC ബസ് സ്റ്റാൻഡ് 2 അടി മണ്ണിട്ട് പൊക്കുന്നതിനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. വശങ്ങളിലെ ഭിത്തിയും ഇതോടൊപ്പം നിർമ്മിക്കും. PNT കോളനിയിലെ പുനരധിവാസിച്ചവരുടെ കെട്ടിടത്തിലെ ചോർച്ച താൽക്കാലികമായി അടച്ചിട്ടുണ്ടെന്നും GCDA യോഗത്തിൽ അറിയിച്ചു. മറ്റ് പ്രവർത്തികൾ ഉടൻ പൂർത്തീകരിക്കും. തൃപ്പൂണിത്തുറ, തൃക്കാക്കര, കളമശ്ശേരി നഗരസഭകളിലെ വെള്ളക്കെട്ട് തടയുന്നതിനുള്ള പ്രവർത്തനങ്ങളും യോഗത്തിൽ അവലോകനം ചെയ്തു. കളമശ്ശേരി പൊട്ടച്ചാൽ തോടിലെയും മറ്റു കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. തോട്ടിലെ കയ്യേറ്റങ്ങൾ മൂലം ഒഴുക്ക് തടസ്സപ്പെടുന്ന സ്ഥിതിയാണുള്ളത്. ഇതിനെതിരെ കർശന നടപടി സ്വീകരിക്കും. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവുമായി ബന്ധപ്പെട്ട മുല്ലശ്ശേരി കനാൽ റോഡ്, കമ്മട്ടിപ്പാടം സ്റ്റേഡിയം ലിങ്ക് റോഡ്, പ്രൊവിഡൻസ് റോഡ് തുടങ്ങിയ നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിലെ പ്രവർത്തന പുരോഗതിയും യോഗത്തിൽ വിലയിരുത്തി. ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന യോഗത്തിൽ കൊച്ചി കോർപ്പറേഷൻ സെക്രട്ടറി ചെൽസ സിനി, ആമിക്കസ് ക്യൂറി, ഗോവിന്ദ് പത്മനാഭൻ എന്നിവർ ഓൺലൈനായി യോഗത്തിൽ പങ്കെടുത്തു. ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ VE അബ്ബാസ്, മേജർ ഇറിഗേഷൻ വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ B അബ്ബാസ്, വിവിധ വകുപ്പ് ജീവനക്കാർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കൊച്ചിയിൽ ചികിത്സയിലുള്ള തൃശൂർ സ്വദേശിയായ 12-കാരന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. തൃശൂർ വെങ്കിടൻ പാടൂർ സ്വദേശിയായ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. കുട്ടിയെ കഴിഞ്ഞ ദിവസം ICUവിൽ നിന്ന് മുറിയിലേക്ക് മാറ്റി. ജൂൺ 1 പനിയെ തുടർന്ന് കുട്ടി പാടൂരിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയിരുന്നു. പിറ്റേന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും പിന്നീട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്കും മാറ്റി. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്കായി അതിവേഗ ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിച്ചു. ആഭ്യന്തര അന്താരാഷ്ട്ര ടെർമിനലുകളുടെ പാർക്കിംഗ് ഏരിയകളിലാണ് ചാർജിംഗ് സ്റ്റേഷനുകൾ സജ്ജമാക്കിയിരിക്കുന്നത്. ഇനി മുതൽ 2 ടെർമിനലുകളിലുമായി ഒരേ സമയം 8 വാഹനങ്ങൾ ഒരുമിച്ച് ചാർജ് ചെയ്യാം. പരിസ്ഥിതി സൗഹൃദ വാഹനങ്ങളെ പിന്തുണയ്ക്കുന്നതിനും യാത്രക്കാർക്കും സന്ദർശകർക്കും മികച്ച സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമായി സിയാൽ നടത്തുന്ന ശ്രമങ്ങളുടെ തുടർച്ചയായാണ് ഈ പുതിയ സംരംഭം. ആഭ്യന്തര അന്താരാഷ്ട്ര ടെർമിനലുകളുടെ പാർക്കിംഗ് ഏരിയകളിലാണ് ചാർജിംഗ് സ്റ്റേഷനുകൾ സജ്ജമാക്കിയിരിക്കുന്നത്. 2
2 ചാർജിംഗ് സ്റ്റേഷനുകളിലായി 60 കിലോവാട്ട് EV/DC ഫാസ്റ്റ് ചാർജറിന്റെ 4 യൂണിറ്റുകളാണ് ഒരുക്കിയിരിക്കുന്നത്. 2 ടെർമിനലുകളുമായി ഒരേ സമയം 8 വാഹനങ്ങൾ ഒരുമിച്ച് ചാർജ് ചെയ്യാൻ കഴിയും. ചാർജ് മോഡ് എന്ന ചാർജിംഗ് ആപ്പ് വഴിയാണ് വാഹനങ്ങൾ ചാർജ് ചെയ്യേണ്ടതും തുക അടയ്ക്കേണ്ടതും. ഉപഭോക്താക്കൾക്ക് താൽപ്പര്യമുള്ള പ്ലാനുകൾ തിരഞ്ഞെടുക്കാനുള്ള സൗകര്യവും ആപ്പിൽ ഒരുക്കിയിട്ടുണ്ട്. UPSC പരീക്ഷ നടക്കുന്ന 14-ന് അധിക സർവീസ് ഒരുക്കി കൊച്ചി മെട്രോ. പരീക്ഷ എഴുതുന്നവർക്ക് കൃത്യസമയത്ത് തന്നെ പരീക്ഷാ സെന്ററിൽ എത്തുന്നതിനായി അന്നേ ദിവസം രാവിലെ 7 മുതൽ മെട്രോ സർവീസ് ആലുവ, തൃപ്പൂണിത്തുറ ടെർമിനൽ സ്റ്റേഷനുകളിൽ നിന്ന് ആരംഭിക്കും. നിലവിൽ രാവിലെ 7:30-നാണ് കൊച്ചി മെട്രോ ഞായറാഴ്ചകളിൽ സർവീസ് ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ രാജ്യാന്തര JNA കോൺക്ലേവിന് വ്യാഴാഴ്ച തുടക്കം കുറിക്കും. കൊച്ചി ബോൾഗാട്ടി ലുലു ഗ്രാൻഡ് ഹയാത്ത് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലാണ് കോൺക്ലേവ് രാവിലെ 10-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് അധ്യക്ഷനായി. ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു, ലുലു ഗ്രൂപ്പ് MDയും ചെയർമാനുമായ MA യൂസഫ് അലി തുടങ്ങിയവർ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ IBMുമായി ചേർന്നാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. പരിവർത്തന സാധ്യതകളും സമൂഹത്തിലും സമ്പദ് വ്യവസ്ഥയിലും അതുണ്ടാക്കുന്ന സ്വാധീനവും കോൺക്ലേവിൽ ചർച്ചയാകും. 2 ദിവസങ്ങളിലായി 17 സെഷനുകളാണ് സമ്മേളനത്തിലുള്ളത്. 2000-ഓളം പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ പ്രഭാഷണങ്ങൾ, പാനൽ ചർച്ചകൾ, സംവേദനാത്മക സെഷനുകൾ എന്നിവയാണ് പ്രധാന അജണ്ട. കൊച്ചി നഗരസഭയുടെ കീഴിലുള്ള എറണാകുളം നോർത്തിലെ ഷീ ലോഡ്ജിൽ മോഷണം നടത്തിയ യുവതി അറസ്റ്റിൽ. കൊല്ലം കൂളക്കട കളീക്കൽ പടിഞ്ഞാറ്റിൽ M വിനീതയാണ് എറണാകുളം നോർത്ത് പോലീസ് CA KG പ്രതാപ് ചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ നാളിന് ഷീ ലോഡ്ജിലെ താമസക്കാരായ യുവതിയുടെ 1.5 പവന്റെ സ്വർണ്ണമാല, 20,000 രൂപ, ATM, പാസ്പോർട്ട്, വസ്ത്രങ്ങൾ എന്നിവയടങ്ങിയ ബാഗ് വിനീത മോഷ്ടിക്കുകയായിരുന്നു. ഇവർ നിരവധി മോഷണ കേസുകൾ പ്രതിയാണെന്നും പോലീസ് അറിയിച്ചു. വീട്ടുജോലിക്കും മറ്റുമായി നിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ മോഷണം നടത്തി കടന്നുകളയുന്ന രീതിയാണ് ഇവരുടേത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.